നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഹമീദ്. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ പ്രസക്തമായ ഒരു അറിവാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സാധാരണ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരും തന്നെ പണമിടപാടുകൾ നടത്താറുണ്ട്. അത് ബാങ്ക് വഴിയായും ഓൺലൈൻ വഴിയായും ഗൂഗിൾ പേ അങ്ങനെയുള്ള പല ഇടപാടുകളും നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പക്ഷേ ഏതൊരു പണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുമ്പോഴും പിൻവലിക്കുമ്പോഴും ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോഴും ലോൺ എടുക്കുമ്പോഴും ലോൺ തിരിച്ചടക്കുമ്പോഴും ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഇൻകം ടാക്സ് ഒരു വീക്ഷണം എല്ലാവരുടെ മേലും ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ പരിധി, ഇൻകം ടാക്സ് ക്രെഡിറ്റ് കാർഡിൽ നടത്തുന്ന ഇടപാടുകളുടെ പരിധി, ഇതൊന്നും സാധാരണക്കാർക്ക് അറിയാതെയാണ് സാധാരണക്കാരിത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഒരു വിങ് തന്നെ ഉണ്ട്. സാധാരണക്കാരൻ നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഇടത്തരക്കാരൻ നടത്തുന്ന ഒരു കോടീശ്വരൻ നടത്തുന്ന പണമിടപാടുകളുടെ വ്യത്യാസമില്ലാതെ ആരെന്ത് പണമിടപാട് നടത്തുമ്പോഴും അതിൻ്റെ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നോട്ടീസ് വരും. അപ്പോൾ ആ പരിധി സാധാരണക്കാർക്ക് പലർക്കും അറിയില്ല. അപ്പോൾ അത് എന്താണ്, ആ പരിധികൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നതും എന്തുകൊണ്ടും ഉചിതമാണ്. ആ പരിധികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലുള്ള നിയമപരമായ വീഡിയോകളായിരിക്കും ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പണമിടപാടുകൾ ദൈനംദിന ജീവിതത്തിൽ നമുക്കിന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം ബാങ്കിൽ ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർ വളരെയധികം ചുരുക്കമാണ്. ചുരുക്കം പേർക്ക് മാത്രമേ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതുള്ളൂ. ഒട്ടുമിക്ക പേർക്കും, ഈവൻ സ്റ്റുഡൻസിന് വരെ ഇന്നിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. ഈ ബാങ്ക് അക്കൗണ്ട് വഴി നമ്മൾ പല പല പണമിടപാടുകൾ നടത്തും. അതിന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നിക്ഷേപിക്കുന്ന പണത്തിന് ഒരു ബാങ്കിൽ, അല്ല ഒരു ബാങ്കല്ല, ചിലപ്പോൾ 2 ബാങ്കായിരിക്കും, 3 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. എത്ര ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു വർഷത്തെ പരിധി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് 10 ലക്ഷം രൂപയാണ്. അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന എന്തിടപാടാകട്ടെ, ബിസിനസ് ഇടപാടാണെങ്കിലും എന്തിടപാടുകളാണെങ്കിൽ തന്നെയും, സാധാരണ അതിൽ ബിസിനസ്സുകാരൊക്കെ ആയിരിക്കും ഇത്രയും പണങ്ങൾ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നതും പിൻവലിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വിങ് തന്നെ ഉണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ്, ആ ഒരു വിഭാഗം ഇങ്ങനെ സാധാരണക്കാർ റിട്ടേൺ കൊടുക്കാത്തവരൊക്കെ ആണെങ്കിൽ തന്നെയും ഈ വക ഇടപാടുകൾ അവർ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വീക്ഷിച്ച് നിങ്ങളുടെ എമൗണ്ട് പരിധി വിട്ട് കഴിഞ്ഞാൽ 10 ലക്ഷത്തിന് മേലെ നിങ്ങൾ ഒരു അക്കൗണ്ടിൽ, നിങ്ങൾ ചിലപ്പോൾ അറിയാതെ ചിലപ്പോൾ ആരെങ്കിലും തന്ന പൈസ ഏതെങ്കിലും രീതിയിലുള്ള പണമായിട്ട് ആരെങ്കിലും ഒക്കെ തന്നിട്ട് ഇട്ടാലും മതി. ചിലപ്പോൾ ഇന്ന് ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഈ പണം ഒന്ന് ഇട്ടിട്ട് 10 ലക്ഷം, ചിലപ്പോൾ 5 ലക്ഷം ഇതിൻ്റെ ബാങ്കിലെ അക്കൗണ്ടിൽ ഇട്ടിട്ട് എനിക്കത് ഇങ്ങനെ എക്സ്പ്രഷൻ കൊണ്ട് ഒന്ന് ബാങ്കിൽ ഇട്ടിട്ട് പിൻവലിച്ച് വിഡ്രോ ചെയ്ത് തന്നെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഇങ്ങനെയൊക്കെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള പണങ്ങളൊക്കെ വാങ്ങിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചിട്ട് അത് തിരിച്ചെടുത്ത് കൊടുത്തിട്ടാണെന്നുള്ള ഇൻകം ടാക്സിന് അറിയേണ്ട ആവശ്യമില്ല. ഇൻകം ടാക്സിന് അതിൻ്റെ സോഴ്സ് കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പം നിങ്ങളുടെ കൂട്ടുകാരൻ നന്നാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് വിശ്വസനീയമായിരിക്കില്ല, അതിന് തെളിവുകൾ കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളുടെ സ്വന്തം പണമാണെങ്കിൽ തന്നെയും 10 ലക്ഷത്തിന് മേലെ ആയിക്കഴിഞ്ഞാൽ, ഒരു വർഷത്തെ കണക്കാണ്, ഒരു സാമ്പത്തിക വർഷത്തിലെ കണക്കാണ് പറയുന്നത്, നിങ്ങളത് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തണം. 10 ലക്ഷത്തിന് താഴെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കണം, ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കണം, മേലെ പോവാതെ നോക്കണം. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധയിൽ വെക്കണം. അടുത്തത് നമ്മളതിൽ കുറച്ച് പൈസ ഒന്നാണ്. ചിലപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകൾ, കടപ്പത്രങ്ങൾ, ബോണ്ടുകൾ, ഇതൊക്കെ നമ്മൾ
അതിലൊക്കെ പണം നിക്ഷേപിക്കാറുണ്ട് പലരും. പക്ഷെ അതിനും ഒരു പരിധി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിധി വിട്ട് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു വർഷം ഇത്ര രൂപ അടക്കുക, ഒരു 15 ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലേക്ക് അടക്കണം. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഉണ്ടായ ലാഭം കുറച്ചങ്ങോട്ട് മാറ്റിയിടുക എന്നുള്ള ഒരു ഡിപ്പോസിറ്റ് എന്നുള്ള നിലയിൽ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ കടപ്പത്രമായിട്ട് വാങ്ങിച്ചു വെക്കാനൊക്കെ പലരും ഉദ്ദേശിക്കും. അതും നിങ്ങൾ 10 ലക്ഷത്തിന് താഴെ ലിമിറ്റ് ചെയ്ത് നിർത്തിയിരിക്കണം. 10 ലക്ഷത്തിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, 10 ലക്ഷത്തിന് മേലെ വന്നു കഴിഞ്ഞാൽ ഇൻകം ടാക്സിൽ നിന്ന് കോൾ വരും, നോട്ടീസ് വരും. അപ്പോൾ നിങ്ങൾ അതിന് കണക്ക് കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. സാധാരണക്കാരനായിരിക്കും, കയ്യിൽ കുറച്ച് 10 രൂപ കാശ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അതിനൊക്കെ സോഴ്സ് കാണിക്കേണ്ടതൊക്കെ വരും. ചിലപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിലൂടെ കിട്ടിയ ലാഭമായിരിക്കും. അങ്ങനെ ഏത് രീതിയിലുള്ള പണമാണ് അതൊക്കെ നിങ്ങൾ സോഴ്സ് കാണിക്കാൻ പറ്റാത്ത രീതിയിലാണെങ്കിൽ, സോഴ്സ് കാണിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ ഇതിൽ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ റിട്ടേൺ ഒന്നും കൊടുക്കാത്ത രീതിയിൽ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ഈ നോട്ടീസിന് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ ഈ കടപ്പത്രങ്ങൾ, മ്യൂച്വൽ ഫണ്ട്, ബോണ്ടുകൾ ഇങ്ങനെയൊക്കെ ഇതിലൊക്കെ നിക്ഷേപിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധ ചെലുത്തിയിരിക്കണം. അതും 10 ലക്ഷം തന്നെയാണ്. ബാങ്കിൽ നിക്ഷേപിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് 10 ലക്ഷമാണ്. അടുത്തത് നമ്മൾ പലരും ഇന്ന് ക്രെഡിറ്റ് കാർഡ് ഒരുപാട് ഇല്ലാത്തൊരു വളരെ ചുരുക്കമാണ്. എല്ലാ സാധാരണക്കാരുടെ കയ്യിലും ക്രെഡിറ്റ് കാർഡുണ്ട്. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡിൽ നമ്മൾ പലരും കിട്ടുന്ന പൈസ മുഴുവൻ പർച്ചേസ് ചെയ്യുന്നത് ക്രെഡിറ്റ് കാർഡിലൂടെ ആയിരിക്കും. ക്രെഡിറ്റ് കാർഡാകുമ്പോൾ എത്ര വേണമെങ്കിലും പരിധിയില്ലാതെ 10 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ ഇങ്ങനെ പരിധിയില്ലാതെ ക്രെഡിറ്റ് കാർഡുകൾ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ക്രെഡിറ്റ് കാർഡിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോക്കറ്റ് പൈസ കൊണ്ട് നടക്കാതിരിക്കാനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാസത്തിൽ നിങ്ങൾ 1 ലക്ഷത്തിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങളെ തീർച്ചയായിട്ടും പിടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നോട്ടീസ് വരും. പിന്നെ അതിൻ്റെ നിങ്ങളുടെ ഈ വരുമാനത്തിന് ഒരു മാസം 1 ലക്ഷം രൂപ കൂടുതൽ ഈ വരവ് നിങ്ങൾ ഈ പർച്ചേസ് നടത്തുന്നതെന്ന് കാണുമ്പോൾ തന്നെ ടാക്സുകാർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സംശയം നിങ്ങളിൽ ഉളവാകും. അപ്പോൾ നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങളെ മറ്റുള്ള ഇടപാടുകളൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതും റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തുക. ഒരു മാസത്തിൽ ഒരു ലക്ഷത്തിൽ കവിയാതെ സൂക്ഷിക്കാനായിട്ട്. ഇൻ കേസ് അങ്ങനെ പലരും ചിലപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം രൂപയൊക്കെ ചിലപ്പോൾ ക്രെഡിറ്റ് കാർഡ് അനുവദിച്ചിട്ടുണ്ടാവും. നിങ്ങൾ പോയി ഉടനെ തന്നെ എന്തെങ്കിലും സാധനങ്ങൾ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ എടുത്ത് വാങ്ങിക്കും, നിങ്ങൾക്ക് നോട്ടീസ് കുറയിൽ വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് റിയൽ എസ്റ്റേറ്റ് മേഖല. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്വന്തം വീടായിരിക്കും, വിറ്റിട്ട് നമ്മളൊരു 30 ലക്ഷത്തിന് മേലെ ഇടപാടുകൾ വൈറ്റ് മണിയായിട്ടൊക്കെ കൊടുക്കും. ഇങ്ങനെ വൈറ്റ് മണിയായിട്ട് 30 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ വിവരം അറിയിക്കും. 30 ലക്ഷത്തിന് മേലാണ് അതിൻ്റെ പരിധി. അപ്പോൾ ഈ 30 ലക്ഷത്തിന് മേലെന്ത് ഇടപാട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നടത്തിയാലും, അതായത് പ്രോപ്പർട്ടി വാങ്ങലും വിൽക്കുന്നതിലും നടത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻകം ടാക്സിൽ നിന്ന് നോട്ടീസ് വരും. അതിൻ്റെ ലാഭത്തിലുള്ള ആ വസ്തു വാങ്ങിച്ചതിന് അതൊരു ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഒരു ലാഭമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കണക്കാക്കുന്നത്. നിങ്ങൾ 30 ലക്ഷത്തിന് മേലേക്ക് ഒരു വസ്തു വിറ്റ് കഴിയുമ്പോൾ അതിലുള്ള ആ വസ്തു നിങ്ങൾക്ക് കിട്ടിയ ലാഭം, മൂലധന ലാഭം, അതിൽ നിങ്ങൾ 20% ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. 30 ലക്ഷത്തിന് മേലെ നിങ്ങളൊരു വീട് വിറ്റു, 30 ലക്ഷത്തിന് മേൽക്കായിരിക്കും ആ വീടിൻ്റെ വൈറ്റ് മണിയായിട്ട് വന്നിരിക്കുന്നത്. അത് ചിലപ്പോൾ 30 ലക്ഷത്തിന് താഴെ നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ 29 ലക്ഷത്തിന് വന്ന് നിർത്താൻ 30-31 ലക്ഷം ആയിരിക്കും. ചിലപ്പോൾ 29 ലക്ഷത്തിലൊക്കെ നിർത്താൻ നിങ്ങളത് ഈ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിർത്താൻ പറ്റും. അപ്പോൾ ഈ വക കാര്യങ്ങളിലേക്ക് വളരെയധികം ശ്രദ്ധാപൂർവം പണമിടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ വക കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ ബാങ്കിൽ പണം നിക്ഷേപിക്കുമ്പോഴും ക്രെഡിറ്റ് കാർഡിൽ പണം ഇടപാടുകൾ നടത്തുമ്പോഴും, അതുപോലെ തന്നെ ഡിബഞ്ചറും മറ്റേ കടപ്പത്രങ്ങളും മ്യൂച്വൽ ഫണ്ടിലുമൊക്കെ നിങ്ങളിങ്ങനെ പണം നിക്ഷേപിക്കുമ്പോഴൊക്കെ വളരെയധികം ശ്രദ്ധ ഒന്ന് ചെലുത്തുന്നത് എന്തുകൊണ്ടും ഉചിതമായിരിക്കും. ഇതുപോലുള്ള തന്നെ വീഡിയോകളാണ് ഞാൻ നിങ്ങളുടെ ഈ ചാനലിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. നിയമപരമായുള്ള എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് എന്നെക്കൊണ്ട് അറിയുന്ന സമയം പരിധി അനുസരിച്ച് ഞാൻ മറുപടി പറയുള്ളൂ. എല്ലാ കമൻറ്റുകൾക്കും ചിലപ്പോൾ എനിക്ക് മറുപടി പറയാൻ സാധിച്ചില്ല എന്നിരിക്കും. അതിൽ മാത്രം കമൻറ്റുകൾ എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. ഞാൻ 150 വീഡിയോളം ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് പൊതുജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളാണ് ഞാൻ കൂടുതലും അവതരിപ്പിക്കുന്നത്.
അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടി ഞാൻ നിങ്ങളോട് വിനീതമായ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾക്ക് നമസ്കാരം.